من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وآل محمد كما صليت على إبراهيم وآل إبراهيم وبارك على محمد وآل محمد كما باركت على إبراهيم وآل إبراهيم في العالمين إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والسابقون السابقون أولئك المقربون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുത്ബയിൽ അബൂ സുഫിയാൻ എന്ന ഖുറൈശി ഗോത്ര നേതാവുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് നാം പറഞ്ഞത്. എന്തിനാണ് ഈ ചരിത്രം പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇസ്ലാമിൽ സംഭവിച്ചിട്ടുള്ള അട്ടിമറി എവിടെ നിന്നാണ് ആരംഭിച്ചത് എന്ന് മനസ്സിലാക്കിയാലേ അതിൻ്റെ വ്യാപ്തിയും ആഴവും എത്രത്തോളമുണ്ട് എന്ന് കാണാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. ഇന്ന് നാം കാണുന്ന ഇസ്ലാം മുഹമ്മദ് നബിയുടെ ഇസ്ലാം അല്ല. ഇന്ന് കാണുന്ന ശരീഅത്ത് ഖുർആനിൻ്റെ ശരീഅത്തല്ല. ഇന്ന് നാം കാണുന്ന ആചാര സമ്പ്രദായങ്ങളിൽ പലതും ഇസ്ലാമികമായ ആചാര സമ്പ്രദായമല്ല, ബലി ഉൾപ്പെടെ എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര കാലമായി ഇത് കൊണ്ടു നടക്കുന്നു, ഇത് മറ്റാർക്കും തിരിഞ്ഞില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉത്ഭവിക്കുന്നത് ചരിത്രബോധമില്ലാത്തത് കൊണ്ടാണ്. ആ ചരിത്രത്തിലേക്ക് സമൂഹത്തിൻ്റെ ശ്രദ്ധ തിരിയുമ്പോഴേ സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യം ഉണ്ടാവുകയുള്ളൂ. അത് ആരംഭിക്കുന്നത് അമവി കുടുംബത്തിൻ്റെ ഹാഷിമികളോടുള്ള ശത്രുതയിൽ നിന്നാണ്. അമവിയാക്കൾ നാട്ടിൽ മന്നന്മാരായി വിലസുന്ന കാലത്താണ് അബൂ സുഫിയാൻ രാജാവായി സ്വയം സ്വപ്നം കണ്ട് ഇരിക്കുന്ന കാലത്താണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി മക്കയിലേക്ക് വരുന്നത്. അതോടുകൂടി അയാളുടെ സ്വപ്നങ്ങൾ ഒന്നൊന്നായി തകർന്നടിയുകയാണ്. അപ്പോൾ പണ്ട് മുതലേ ഉള്ള ബനു ഹാഷിമികളോടുള്ള ശാത്രവം മുഹമ്മദ് നബിയുടെ വരവോടുകൂടി അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തി. കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞതുപോലെ മുആവിയ എന്ന് പറയുന്ന കുട്ടി വളരുന്നത് ബനു ഹാഷിമികളോടുള്ള ശത്രുത കഥകളായി പറഞ്ഞ് കേൾപ്പിച്ചുകൊണ്ടാണ്. ബനു ഹാഷിമികൾ തങ്ങളുടെ വളർച്ചയ്ക്കും തങ്ങളുടെ ഉയർച്ചയ്ക്കുമൊക്കെ വിലങ്ങുതടിയാണ് എന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടാണ് മുആവിയ വളരുന്നത്. ആ ശത്രുതയോടൊപ്പമാണ് പ്രവാചകത്വം ലഭിച്ച് മുഹമ്മദ് നബി വന്നപ്പോൾ റസൂലിനോടുള്ള ശത്രുതയും കൂടി ഉണ്ടാകുന്നത്. മുആവിയ എന്ന് പറയുന്ന അബൂ സുഫിയാൻ്റെ മകൻ, അബൂ സുഫിയാൻ ഒരുപാട് മക്കളുണ്ട്. അബൂ സുഫിയാൻ്റെ 7 ഭാര്യമാരുണ്ട്. അതിൽ ഒരു ഭാര്യയാണ് ഹിന്ദ്. ഔദ്യോഗികമായി ലീഗലായിട്ടുള്ള 7 ഭാര്യമാരെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയല്ലാത്ത ധാരാളം കഥകളും ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാം. അങ്ങനെ അബൂ സുഫിയാൻ, ഹിന്ദിലുണ്ടായ അബൂ സുഫിയാൻ്റെ മൂത്ത മകനാണ് മുആവിയ. അബൂ സുഫിയാൻ്റെ മറ്റൊരു മകളാണ് പ്രവാചക പത്നി ആയിട്ട് കണക്കാക്കപ്പെടുന്ന റംല എന്ന ഉമ്മു ഹബീബ. അത് മറ്റൊരു ചരിത്രമാണ്, നമുക്ക് പിന്നീട് പറയാം. മുആവിയ ഹിന്ദിലുണ്ടായ അബൂ സുഫിയാൻ ഹിന്ദിലുണ്ടായ മകനാണ്. ഹിന്ദിൻ്റെ 3ാമത്തെ വിവാഹമാണ് അബൂ സുഫിയാനുമായിട്ടുള്ളത്. അതിനു മുമ്പ് 2 വിവാഹം ഹിന്ദ് നടത്തിയിട്ടുണ്ട്. അതിൽ മക്കളുമുണ്ട്.
ഈ ഹിന്ദ് നമുക്കറിയാവുന്നതുപോലെ ചരിത്രത്തിൽ ആക്കിലത്തുൽ അക്ബാദ്, കരള് തിന്നുന്നവൾ, പച്ചക്കരള് തിന്നുന്നവൾ എന്ന അപരനാമത്തിലാണ് ഹിന്ദ് അറിയപ്പെടുന്നത്. ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ മൃതശരീരം വികൃതമാക്കിയതൊക്കെ നമുക്ക് ചരിത്രത്തിൽ അറിയാവുന്നതാണ്. ഈ ഹിന്ദിൻ്റെ മകനായി വളരെ ചെറുതിലെ ശത്രുതാബോധത്തോടുകൂടി വളർത്തപ്പെട്ട കുട്ടിയാണ് മുആവിയ. വളരെ ചെറുതിലെ അക്രമ സ്വഭാവം മുആവിയക്കുണ്ടായിരുന്നു എന്ന് കാണാം. നല്ല ആകാര സൗഷ്ഠവമുള്ള, കാണാൻ നല്ല ഭംഗിയുള്ള ആരാലും ഒരു സദസ്സിൽ ചെന്നാൽ ആകാരപരമായി ശ്രദ്ധിക്കപ്പെടുന്ന ഒരു രീതിയായിരുന്നു, ഒരു ആകാരത്തിൻ്റെ ഉടമയായിരുന്നു മുആവിയ. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നാട്ടിൽ ശ്രദ്ധിക്കപ്പെട്ടു. എല്ലാ കുഴപ്പങ്ങളുടെ കറക്ക് കമ്പനികളിലും മുആവിയ ഉണ്ടായിരുന്നു. മുആവിയ ജനിക്കുന്നത് പ്രവാചകത്വത്തിൻ്റെ ഏതാണ്ട് 5-7 വർഷം മുമ്പാണ്. എന്ന് വെച്ചാൽ പ്രവാചകനായി വരുന്നതിൻ്റെ 7 വർഷം മുമ്പാണ് മുആവിയ ജനിക്കുന്നത്. ഹിജ്റ പോകുന്ന അവസരത്തിൽ മുആവിയക്ക് 19-20 വയസ്സാണ് പ്രായം. അങ്ങനെ മക്കയിലുള്ള എല്ലാ കൗമാരക്കാരുടെ യുവാക്കളുടെ കമ്പനികളിലും മുആവിയ ഉണ്ടായിരുന്നു. എല്ലാ ദുസ്വഭാവങ്ങളും മുആവിയക്കുണ്ടായിരുന്നു. ഇതൊക്കെ ചരിത്രങ്ങൾ എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്നതാണ്. ആദ്യകാലത്ത് എല്ലാ ദുസ്വഭാവങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിൽക്കാലത്ത് മാറിക്കൂടാന്നോ നന്നായിക്കൂടാന്നോ അതുകൊണ്ട് അർത്ഥമില്ല കേട്ടോ. അതൊക്കെ സംഭവിക്കാം. പ്രവാചകൻ്റെ മക്ക കാലഘട്ടത്തിൽ വാപ്പയോടൊപ്പം അച്ഛനോടൊപ്പം എല്ലാ പ്രവാചക ദ്രോഹ പ്രവർത്തനങ്ങളിലും സർവാത്മനാ പങ്കെടുത്ത ഒരു വ്യക്തി കൂടിയായിരുന്നു മുആവിയ. വളരെ ചെറുതിൽ തന്നെ എല്ലാ സ്വാധീനം കൊണ്ട് തന്നെ എന്തും അയാൾക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു. പണവുമുണ്ട്, സ്വാധീനമുണ്ട്. അങ്ങനെ റസൂൽ മദീനയിലേക്ക് പോയതിന് ശേഷം ബദർ യുദ്ധം ഉൾപ്പെടെയുള്ള യുദ്ധങ്ങളിൽ മുആവിയ അബൂ സുഫിയാന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുത്തു. അവിടെ ആളുകളെ ഒരുമിച്ച് കൂട്ടുന്നതിൽ, അവരെ പ്രകോപിപ്പിച്ച് ഇളക്കിവിടുന്നതിൽ ഒക്കെ മുആവിയ ഉണ്ടായിരുന്നു. പിന്നീട് ഫത്ഹ് മക്കയുടെ സമയത്താണ്, ഫത്ഹ് മക്ക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രവാചകൻ മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്ന് മക്ക പ്രവാചകൻ്റെ നിയന്ത്രണത്തിലേക്ക് വന്ന ആ കാലത്താണ്. എന്ന് വെച്ചാൽ ഹിജ്റ 8-ാം വർഷമാണ്. മുആവിയ ഗത്യന്തരമില്ലാതെ അച്ഛനെ പോലെ പ്രവാചക വേഷം കെട്ടിയാടുന്നത്. ഒരു ഗതിയുമില്ലാഞ്ഞിട്ട്, മറ്റൊരു മാർഗവുമില്ല. എന്ന് മാത്രമല്ല, മുഹമ്മദിൻ്റെ കീഴിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് എവിടെയെങ്കിലും പോയി അടിമയായി ജീവിക്കലാണ് എന്ന് പ്രസ്താവിച്ചുകൊണ്ട് മക്ക വിട്ട് ജിദ്ദയിലേക്ക് പോയ ആളാണ് മുആവിയ. ഓർക്കണം, മുആവിയ കാത്തിബുൽ വഹിയാണ്, വഹി എഴുത്തുകാരനാണ്. മുആവിയ പ്രവാചകന് വളരെ ഇഷ്ടപ്പെട്ട ഒരുപാട് ശ്രേഷ്ഠതകളുള്ള സഹാബിയാണ് എന്നൊക്കെ തള്ളിവിടുന്ന എഴുത്തുകാരുണ്ടല്ലോ, ഹദീസുകളുണ്ടല്ലോ. ഈ ഹദീസുകൾ ഇതിന് മറുപടി പറയണം, ഈ ആളുകൾ ഇതിന് മറുപടി പറയണം. മുഹമ്മദിൻ്റെ കീഴിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് എവിടെയെങ്കിലും പോയി അടിമയായി ജീവിക്കലാണെന്ന് പറഞ്ഞ് പ്രവാചകൻ്റെ മക്കയിൽ നിന്ന് ജിദ്ദയിലേക്ക് പോയപ്പോൾ പിറകെ ഭാര്യ ഓടിച്ചെന്ന് മുഹമ്മദ് എല്ലാവർക്കും മാപ്പ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ തിരികെ വരണമെന്ന് പറഞ്ഞ് പർദ്ദയണിയിച്ച് മക്കയിലേക്ക് തിരികെ കൊണ്ടുവന്ന ആളാണ് മുആവിയ. എന്നിട്ട് പ്രവാചകൻ്റെ മുന്നിൽ നിന്ന് മാപ്പപേക്ഷിച്ചിട്ട് പ്രവാചകൻ മാപ്പ് കൊടുത്തു. സർവാത്മന മുഹമ്മദ് നബിയിൽ വിശ്വസിച്ച് മുഹമ്മദ് നബിയുടെ ദൗത്യമെല്ലാം മനസ്സിലാക്കി എന്നൊക്കെ പറയുന്ന ഒരുപാട് ഫضലുകളുണ്ടെന്ന് പറയുന്ന മുആവിയയെക്കുറിച്ചുള്ള ചരിത്രമാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് വന്ന് അങ്ങനെ അച്ഛനോടൊപ്പം അമ്മയോടൊപ്പം മക്കയിൽ മുആവിയ പ്രവാചക ശിഷ്യവേഷം കെട്ടി മറ്റൊരു നിർവാഹവുമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുകയായിരുന്നു. അതിനുശേഷം അച്ഛനും മകനും അമ്മയും കൂടി എന്തൊക്കെയാണോ പ്രവാചകനെതിരിൽ ഗൂഢാലോചന നടത്തി, എന്തൊക്കെയാണോ ചെയ്യാനുള്ളത് എല്ലാം നടത്തി. അങ്ങനെയാണ് കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞതുപോലെ റസൂലുള്ളാഹിൻ്റെ വഫാത്തിൻ്റെ വേളയിൽ അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കി, സഹാബികൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കി, പ്രവാചകൻ്റെ വിശുദ്ധ ജനാസ മറമാടുന്നതിന് മുൻപ് ഫിത്നയുണ്ടാക്കിയത് ഈ അന്ന് 32കാരനായ മുആവിയയും അച്ഛനും കൂടിയായിരുന്നു. എന്നിട്ട്
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിൻ്റെ വഹി എഴുത്തുകാരനാണെന്നാണ് ഇയാളെക്കുറിച്ച് പറയുന്നത്. കാത്തിബുൽ വഹിയാണ്. അല്പമെങ്കിലും ചിന്താശേഷി ഉണ്ടെങ്കിൽ, ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കാവുന്നതല്ലേ, 8-ാം വർഷം ഹിജ്റ 8-ാം വർഷം ഗത്യന്തരമില്ലാതെ ഫതഹ് മക്കയുടെ സമയത്ത് ഇസ്ലാം സ്വീകരിച്ച് മക്കയിൽ തന്നെ താമസിച്ച മുആവിയ എങ്ങനെയാണ് പ്രവാചകന്റെ വഹി എഴുത്തുകാരനാവുക? ഖുർആൻ പോലുള്ള സംഗതികൾ എഴുതി വെക്കാൻ പ്രവാചകനുടെ ആൾക്ഷാമുള്ളത് കൊണ്ടാണോ? എത്ര ആളുകൾ പ്രവാചകന്റെ കൂടെ ഉണ്ട്. അവരൊക്കെ പ്രവാചകന്റെ കൂടെ എന്തിനും തയ്യാറായി നിൽക്കുന്ന ഘട്ടത്തിൽ വിശ്വാസം പോലുമില്ലാതെ പ്രവാചകന്റെ അനുയായിയായി പ്രഖ്യാപിച്ചിട്ടുള്ള ഈ മുആവിയെ പ്രവാചകൻ എങ്ങനെയാണ് വഹി എഴുത്തുകാരനാക്കുക? അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം എവിടെയാണ്? മക്കക്കാരനായ മുആവിയ എങ്ങനെയാണ് മദീനയിലുള്ള വഹി എഴുതുക? എന്നിട്ട് അതിന് വ്യാഖ്യാനം എഴുതി. അത് വഹി എഴുത്തായിരുന്നില്ല, പ്രവാചകന്റെ കത്തെഴുത്തായിരുന്നു. പ്രവാചകൻ കത്തൊക്കെ അതിനു മുമ്പ് എഴുതിപ്പോയി. ഈ മുആവിയ പ്രവാചകന്റെ കീഴിലേക്ക് വരുന്നതിന് മുമ്പേ കത്തുകളൊക്കെ എഴുതിപ്പോയി. മുആവിയയുടെ ഒരു സഹായവും പ്രവാചകൻ ആവശ്യമുണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, ആദ്യം മുതൽ അവസാനം വരെ റസൂൽ മുആവിയയെ സംശയ ദൃഷ്ടിയോടെയായിരുന്നു കണ്ടിരുന്നത്. മുആവിയയും മുആവിയയുടെ അച്ഛനായ അബൂ സുഫിയാനെയും സംശയ ദൃഷ്ടിയോടെയായിരുന്നു കണ്ടിരുന്നത്. എന്നിട്ട് റസൂലുള്ള വഫാത്തായതിനു ശേഷം അബൂബക്കർ സിദ്ദീഖ് ഖലീഫയായപ്പോൾ അബൂബക്കർ സിദ്ദീഖിനെതിരെ ഇവരൊക്കെയും വാളെടുത്തു. അവസാനം അത് നടപ്പില്ലെന്ന് കണ്ടപ്പോൾ പിന്നീട് ബൈഅത്ത് ചെയ്തു. ബൈഅത്ത് ചെയ്തിട്ട് ഫാത്തിമ ബീവിയും അലി ഇബ്നു അബി താലിബും കുടുംബവും അബൂബക്കറിന് ബൈഅത്ത് ചെയ്തില്ല എന്നതിൻ്റെ പേരിൽ രാഷ്ട്രീയ കലാപമുണ്ടാക്കാൻ ഇവർ ശ്രമിച്ചു. അങ്ങനെ ഫാത്തിമ ബീവിയുടെ വീടിന് തീകൊളുത്തി കൊല്ലുന്നത് ഈ മുആവിയയും സംഘവുമാണ്. എന്നിട്ട് ഉമറിൻ്റെ പേരിൽ അത് കെട്ടിവെച്ചു. ഉമർ ക്ഷിപ്രകോപിയാണ്. ഉമർ ഫാത്തിമ ബീവിയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഒക്കെ ശരിയാണ്. ഫാത്തിമ ബീവിയുടെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഉമറിന് ബൈഅത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ കത്തിച്ച് കളയുന്നൊക്കെ ഉമർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഉമറിൻ്റെ വെറും വർത്താനാണ്. ഉമർ വീട് കത്തിക്കൂല. എന്തൊക്കെ പറഞ്ഞാലും മുആവിയയോളം തരം താഴാനൊന്നും ഉമർ ഒരു കാലത്തും തയ്യാറാവില്ല. കാരണം ഉമർ മഹാനായ സഹാബിയാണ്, പ്രവാചകന്റെ ശിഷ്യനാണ്, പ്രവാചകനോടൊപ്പമുള്ളയാളാണ്. പ്രവാചകന്റെ മക്കളെക്കുറിച്ച് ഉമറിന് നന്നായിട്ടറിയാം. പക്ഷേ ഉമറിൻ്റെ ഈ വാക്ക് കടമെടുത്തുകൊണ്ട് ഉമറിനെതിരിൽ ജനവികാരം തിരിയുമെന്ന് കണ്ട് ഫാത്തിമ ബീവിയെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിച്ചത് ഈ കുരുട്ടു ബുദ്ധിക്കാരനായ മുആവിയാണ്. അങ്ങനെയാണ് റസൂലുള്ള വഫാത്തായിട്ട് 3 മാസം തികയുന്നതിന് മുൻപ് ഫാത്തിമ ബീവി കൊല്ലപ്പെടുന്നത്. ഫാത്തിമ ബീവിയുടെ കൊലപാതകത്തെക്കുറിച്ച് എന്താണ് ഈ മുആവിയൻ മതക്കാരൊന്നും മിണ്ടാത്തത്? പ്രവാചകൻ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് ഫാത്തിമ, ആരെങ്കിലും ഫാത്തിമയെ പ്രയാസപ്പെടുത്തിയാൽ എന്നെ പ്രയാസപ്പെടുത്തുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞ് പ്രവാചകൻ സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവ് എന്ന് പ്രവാചകൻ അടയാളപ്പെടുത്തിയ ഫാത്തിമയെ തീ വെച്ച് കൊന്നിട്ട് എന്തുകൊണ്ടാണ് ആ കൊലപാതകം അന്വേഷിക്കപ്പെടാതെ പോയത്? എന്തുകൊണ്ടാണ് ഫാത്തിമ ബീവിയുടെ മരണം മദ്രസകളിൽ പഠിപ്പിക്കാത്തത്? ഏതെങ്കിലും സുന്നി മദ്രസകളിൽ പഠിപ്പിക്കുന്നുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയുടെ, മുജാഹിദിന്റെ, തബ്ലീഗിന്റെ ഇക്കണ്ട സംഘടനകളുടെ ഏതെങ്കിലും ഒരു മദ്രസ സിലബസിൽ ഫാത്തിമ ബീവിയുടെ മരണം പഠിപ്പിക്കുന്നുണ്ടോ? ബാക്കിയൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഒരുപാട് സംഗതികൾ ആവശ്യമില്ലാത്തതൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഫാത്തിമ ബീവിയുടെ മരണം ഇവരൊന്നും പഠിപ്പിക്കാതെ? ഫാത്തിമ ബീവി മരിച്ചിട്ടില്ലേ? റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട പുത്രിയുടെ മരണം എന്തുകൊണ്ട് ഈ മദ്രസകളിൽ പഠിപ്പിക്കുന്നില്ല? പഠിപ്പിക്കാൻ കഴിയില്ല. ഇവരെ കൊന്നതാണ്, തീ വെച്ച് കൊന്നതാണ്. എങ്ങനെ പഠിപ്പിക്കും? ഈ മതത്തിന്റെ ആചാര്യന്മാർ തീ വെച്ച് കൊന്നു. മുആവിയൻ മതത്തിന്റെ ആചാര്യന്മാർ. പഠിപ്പിക്കാൻ കഴിയില്ല. നീട്ടിവലിച്ചിട്ട് ഉള്ളതും ഇല്ലാത്തതുമായ കഥകൾ പറഞ്ഞ് സ്വയം കരയുകയും മറ്റുള്ളവരെ കരയിപ്പിക്കുകയും ചെയ്യുന്ന ഈ പണ്ഡിത വേഷധാരികളും ബഹളമുണ്ടാക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ. എന്തേ ഫാത്തിമ ബീവിയെ മറന്നുപോയത്? എന്തേ ഫാത്തിമ ബീവിയുടെ മരണത്തെക്കുറിച്ച് ഇവരെ നിലവിളിക്കാത്തത്? നിലവിളിക്കാൻ കഴിയില്ല, ഇവർ കൊന്നതാ. അതുകൊണ്ടാണ് ഫാത്തിമ ബീവിയുടെ മരണം ഒരു വിഷയമായിട്ട് സമൂഹത്തിൻ്റെ മുന്നിൽ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. വിഷയമായിട്ട് വരണം. ആരാണ് പ്രവാചകന്റെ പ്രിയപ്പെട്ട മകളെ തീ വെച്ച് കൊന്നത് എന്ന് സമൂഹം ചിന്തിക്കണം. അതിൻ്റെ കൊലയാളികൾ എവിടെയാണ് ഇരിക്കുന്നത്? അവരുണ്ടാക്കിയ മതത്തിലായിരിക്കുന്നത്. ഫാത്തിമ ബീവിയുടെ രക്തത്തിൽ ചവിട്ടി നിൽക്കുന്ന ഒരു മതത്തിലാണ് ഇന്ന് നിൽക്കുന്നത്. അതിൻ്റെ സൂത്രധാരനാണ് മുആവിയ റളിയല്ലാഹു അൻഹു. ഒക്കെ പറയുന്നുണ്ടല്ലോ, മഹാനായ അവിടെ വെട്ടിപ്പിടിച്ചു, ഇവിടെ വെട്ടിപ്പിടിച്ചു, ഇസ്ലാമിക ലോകം വിസ്തൃതമാക്കി. ആര് പറഞ്ഞു വിസ്തൃതമാക്കാൻ? അവൻ്റെ സാമ്രാജ്യം വിസ്തൃതമാക്കി, അവൻ്റെ അധികാര കേന്ദ്രം വിസ്തൃതമാക്കി. അത് ഇസ്ലാമിൻ്റെതായിരുന്നില്ല. മുആവിയയുടെ കേന്ദ്രം, മുആവിയയുടെ സാമ്രാജ്യം എങ്ങനെ ഇസ്ലാമിൻ്റെ സാമ്രാജ്യമാകും? സുഖലോലുപനായ
എല്ലാ അർത്ഥത്തിലും ഇന്ദ്രിയ സുഖങ്ങളുടെ പിറകിൽ പോയ ഒരു മനുഷ്യൻ്റെ പേരാണ് മുആവിയ. അയാൾക്ക് ഇസ്ലാം ഉണ്ടായിരുന്നില്ല, ദീനുണ്ടായിരുന്നില്ല, മൂല്യമുണ്ടായിരുന്നില്ല, ധർമ്മബോധമുണ്ടായിരുന്നില്ല. അയാൾക്കുണ്ടായിരുന്നത് ഗോത്രബോധവും ഇന്ദ്രിയ സുഖങ്ങളും മാത്രമായിരുന്നു. ഗോത്രബോധത്തിൻ്റെ പിറകിലാണ് അയാൾ പോയത്. ഗോത്രമാഹാത്മ്യത്തിലാണ് അയാൾ വിശ്വസിച്ചത്. ഒരു കാലത്തും പരലോക വിശ്വാസം ഉണ്ടായിരുന്നില്ല. മുഹമ്മദ് ഖുർആൻ കൊണ്ട് പരലോകം പറഞ്ഞ് ജനങ്ങളെ നന്നാക്കാൻ ശ്രമിച്ചു. നാം അധികാരം കൊണ്ട് ജനങ്ങളെ നന്നാക്കുന്നു എന്നാണ് മുആവിയ പറഞ്ഞത്. പണം കൊടുത്ത് ആളുകളെ കൂടെ നിർത്തുന്ന കൂലിപ്പട്ടാളത്തെ ഉണ്ടാക്കിയ മുആവിയ. എന്നിട്ട് നോക്കൂ, അബൂബക്കർ സിദ്ദീഖിൻ്റെ കാലത്ത് ഫാത്തിമ ബീവിയുടെ മരണത്തിന് ശേഷം, ഫാത്തിമ ബീവിയുടെ മരണത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം. പ്രവാചകന്റെ പ്രിയപ്പെട്ട മകൾ വഫാത്തായിട്ട്, കൊല്ലപ്പെട്ടിട്ട്, ഷഹീദായിട്ട് ആ ജനാസയിൽ പങ്കെടുത്തത് 30-ൽ താഴെ ആളുകളാണ്. ഓർക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? പറയൂ, കാരണം പറയൂ. ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഉസ്താദ് മരിക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ മൗലവി മരിക്കുമ്പോഴേക്ക്, ഒരു ഹോജ മരിക്കുമ്പോഴേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തിട്ട് പറയുന്നുണ്ടല്ലോ, ലക്ഷങ്ങൾ നിസ്കരിച്ചു. എന്തേ പ്രവാചകന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണമായ മകൾ കൊല്ലപ്പെട്ടിട്ട് 30-ൽ താഴെ ആളുകൾ പങ്കെടുത്തു ജനാസ നിസ്കാരത്തിന്? എന്തേ അബൂബക്കർ പങ്കെടുത്തില്ല? എന്തേ ഉമർ പങ്കെടുത്തില്ല? എന്തേ ആയിഷ ബീവി വന്നില്ല? മറുപടി പറ. എന്തേ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മകളുടെ ജനാസ നിസ്കാരത്തിൽ പറയപ്പെട്ട ആളുകളൊന്നും ഉണ്ടായില്ല? ഇത് ചരിത്രമല്ലേ? അല്ലെങ്കിൽ ഇല്ലാത്തതാണെന്ന് പറയൂ. അബൂബക്കർ സിദ്ദീഖ് നിസ്കരിച്ചിട്ടുണ്ടെന്ന് പറയൂ. ആയിഷ ബീവി കാണാൻ പോയിട്ടുണ്ടെന്ന് പറയൂ, കണ്ടിട്ടുണ്ടെന്ന് പറയൂ. ഇതിന് മറുപടി പറയണം. റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മകളുടെ ജനാസ കാണാൻ ആയിഷ ബീവി പോയില്ല, ആയിഷ ബീവിയെ കാണിച്ചില്ല. അബൂബക്കർ സിദ്ദീഖ് നിസ്കാരത്തിൽ പങ്കെടുത്തില്ല, ഉമർ അൽ ഫാറൂഖ് പങ്കെടുത്തില്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പങ്കെടുത്തില്ല. 30-ൽ താഴെ ആളുകൾ മാത്രം പാതിരാക്ക് മറവ് ചെയ്തു. എന്നിട്ട് പറയും ഫാത്തിമ ബീവിയുടെ വസിയത്താണ് രാത്രി മറവ്. വസിയത്തായിക്കോട്ടെ, എന്താ കാണാൻ പോയിക്കൂടെ? ഇതൊക്കെ, ഈ ചരിത്രങ്ങളൊക്കെ കൂട്ടി വായിക്കണം. ഇതൊന്നും ജനങ്ങൾ അറിയില്ല. ഈ ചരിത്രമൊക്കെ ഹോളി സീക്രട്ടായിട്ട്, വിശുദ്ധ രഹസ്യമായിട്ട് വെച്ചിരിക്കുകയാണ്. ഇതൊന്നും പറയരുത് മൗലവി. ഇതൊക്കെ പറഞ്ഞ ഫിത്ന ഉണ്ടാവൂലേ? ഫിത്ന നിങ്ങൾക്ക് ഉണ്ടാക്കാം, അത് പറയാൻ പാടില്ല അല്ലേ? ഫാത്തിമ ബീവിയെ നിങ്ങൾക്ക് കൊല്ലാം, അത് പറയരുത്. ഇതല്ലേ അലി ഇബ്നു അബീ ത്വാലിബ് എന്ന് പറയുന്ന ആകാശത്തോളം വിശാലമായ ഒരു മനുഷ്യന്റെ മഹാമനസ്കത ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ പറയപ്പെട്ട ഓരോരുത്തരുടെയും മുഖം മൂടി വലിച്ചു കയറുമായിരുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് തന്റെ മക്കളോട് പറഞ്ഞു, മക്കളെ, ഇക്കാര്യത്തിൽ നിങ്ങൾ ക്ഷമ അവലംബിക്കണം. നാം ഒറ്റപ്പെട്ടു പോകും. നിങ്ങളുടെ ജീവനെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞു. പക്ഷേ ആശങ്ക ശരിയായില്ലേ? എങ്ങനെയാണ് ഹസൻ കൊല്ലപ്പെട്ടത്, പ്രവാചകന്റെ പ്രിയപ്പെട്ട പൗത്രൻ? എങ്ങനെയാണ് ഹുസൈൻ കൊല്ലപ്പെട്ടത്? എങ്ങനെയാണ് പ്രവാചകന്റെ മറ്റ് പൗത്രന്മാർ കൊല്ലപ്പെട്ടത്? എങ്ങനെയാണ് അലി ഇബ്നു അബീ ത്വാലിബ് കൊല്ലപ്പെട്ടത്? ആലോചിച്ചാൽ മതി, മനസ്സിലാകും. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഷീസം പറയുന്നുവെങ്കിൽ എനിക്ക് ഇമാം ഷാഫി പറഞ്ഞ വാക്കാണ് ഓർമ്മ വരുന്നത്. ഇമാം ഷാഫി പറഞ്ഞു, ലൗകാന റഫളത്തു ഹബ്ബു ആലി മുഹമ്മദി ഫൽയഷ്ഹദി الثقلان അന്നി റാഫിളി. ലൗകാന റഫളത്തു ഹബ്ബു ആലി മുഹമ്മദി, മുഹമ്മദിന്റെ കുടുംബത്തോടുള്ള സ്നേഹം ആണ് ഷീസമെങ്കിൽ ഫൽയഷ്ഹദി الثقلان അന്നി റാഫിളി, ലോകം മുഴുവൻ സാക്ഷിയാവട്ടെ ഞാൻ ഷീയാണ് എന്ന് ഇമാം ഷാഫി പറഞ്ഞ വാക്കാണ് എനിക്ക് കടം പറയാനുള്ളത്. ഞാൻ ഷീയല്ല. പക്ഷേ റസൂലുള്ളാഹിന്റെ കുടുംബത്തോട് നിങ്ങൾ ചെയ്ത അതിക്രമത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എന്നെ ഷീയാക്കുന്നുവെങ്കിൽ 1000 വട്ടം ഷീയാണ് ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ പറഞ്ഞിട്ട് നാവടപ്പിക്കാം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, അത് നടക്കില്ല. ഫാത്തിമ ബീവിയുടെ ജനാസയിൽ ഈ പറഞ്ഞ ആളുകൾ എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്ന് പറയണം. ഈ ചരിത്രം എന്തുകൊണ്ട് മൂടിവെച്ചു? എന്തുകൊണ്ട് മദ്രസയിൽ പഠിപ്പിക്കപ്പെടുന്നില്ല? ഫാത്തിമ ബീവി എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്നുണ്ടല്ലോ, കരയുന്നുണ്ടല്ലോ. എങ്കിൽ പറ, ഈ ഫാത്തിമ ബീവി എങ്ങനെയാണ് മരിച്ചതെന്ന്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മുആവിയ തൻ്റെ അച്ഛനയച്ചു അബൂബക്കർ സിദ്ദീഖിൻ്റെ അടുത്തേക്ക്, ഞങ്ങളുടെ കുടുംബത്തിന് അധികാരം വേണം. അധികാരത്തിൻ്റെ മത്ത് പിടിച്ച, അധികാരത്തിൻ്റെ ലഹരി ബാധിച്ച, സുഖലോലുപതയിൽ മുങ്ങിപ്പോയ നശിച്ച കുടുംബം. അബൂ സുഫിയാൻ അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയുന്ന ഖലീഫയെ നിരന്തരമായി സമ്മർദ്ദത്തിലാഴ്ത്തി, ഞങ്ങൾക്ക് ഭരണം വേണം. അങ്ങനെയാണ് അബൂ സുഫിയാൻ്റെ മറ്റൊരു മകനായ യസീദ്, അല്പം കൊള്ളാവുന്നയാളാ, മുആവിയയെ പോലെയല്ല, അല്പം കൊള്ളാവുന്നവനാ, അയാളെ പിടിച്ച് ജോർദാൻ്റെ ഗവർണറാക്കിയത്. യസീദ്, മുആവിയയുടെ മകൻ യസീദ് അല്ല, മുആവിയയുടെ ഒരു സഹോദരൻ യസീദ് ഉണ്ട്, ആ പേരാ മകനിട്ടത്. അങ്ങനെ അയാൾ ജോർദാനിൽ ഭരണത്തിലായിരുന്നു. അങ്ങനെ മുആവിയ ഇവിടെ കറങ്ങി കളിച്ചു, മക്കയിലും മദീനയിലുമായിട്ട്. അപ്പോഴത്തേക്ക് മദീനയിലേക്ക് താമസം മാറിയ ആൾ.
ഉമറിൻ്റെ കാലത്താണ് ഈ യസീദ് മരിച്ചു പോകുന്നത്. മുആവിയയുടെ ജ്യേഷ്ഠനായ അല്ലെങ്കിൽ അനുജനായ സഹോദരനായ യസീദ് മരണപ്പെട്ടു പോകുന്നത് ജോർദാനിൽ ഒരു പ്ലേഗ് രോഗം പടർന്നു പിടിച്ചിരുന്നു. ആ പ്ലേഗിൽപ്പെട്ട് ചങ്ങാതി മരിച്ചുപോയി. അപ്പോഴാണ് വീണ്ടും ചെന്നത്, അയ്യോ ഞങ്ങൾക്കാകെ ഉണ്ടായിരുന്ന ഒരാൾ മരിച്ചുപോയി, അതുകൊണ്ട് ഞങ്ങളെ ആരെങ്കിലും ആക്കണം. അങ്ങനെയാണ് മുആവിയയെ ഡമസ്കസിൻ്റെ മാത്രം, സിറിയയുടേതല്ല കേട്ടോ, ഡമസ്കസ് എന്ന് പറയുന്ന ചെറിയൊരു പ്രവിശ്യയുടെ മാത്രം അധികാരിയായി ഉമർ നിശ്ചയിക്കുന്നത്. നിവൃത്തിയില്ലാതെ ശല്യം സഹിക്കാഞ്ഞിട്ട്. മാത്രമല്ല ഉമർ നിശ്ചയിക്കുമ്പോൾ ഉമർ മുആവിയോട് പറയുന്നുണ്ട്, നീ ആരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം, നീ അവിടെ പോയി നിൻ്റെ കളി കളിച്ചാൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല, എല്ലാ കാര്യങ്ങളും എനിക്ക് കൃത്യമായി മറുപടി തരണം, നിന്നെ നിരീക്ഷിക്കാൻ ഞാൻ ആളുകളെ ഏർപ്പാട് ചെയ്യും എന്നിങ്ങനെ മുആവിയെ ഭീഷണിപ്പെടുത്തി മുആവിയക്ക് കൃത്യമായ താക്കീത് നൽകി. എങ്ങനെ ചെയ്യണമെന്ന്, തൻ്റെ നിരീക്ഷണത്തിൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് ആരെയും അടിമയാക്കാൻ ശ്രമിക്കരുത്, നിന്റെ സ്വഭാവം പുറത്തെടുക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് മുആവിയയെ ഉമർ ഡമസ്കസിലേക്ക് അയക്കുന്നത്. ഓരോ മാസവും റിപ്പോർട്ട് ആവശ്യപ്പെടുമായിരുന്നു. 2 മാസം കഴിയുമ്പോൾ വന്ന് കാണണമായിരുന്നു. ഉമറിൻ്റെ മുന്നിൽ വന്ന് എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തി സംശയമുള്ളതിന് കൃത്യത വരുത്തുന്നത് വരെ നിന്ന നിൽപ്പിൽ ചോദ്യം ചെയ്ത് കൃത്യത വരുത്തിയിട്ടാണ് ഉമർ മുആവിയയെ വിട്ടിരുന്നത്. ഒരു കളിക്കും സമ്മതിച്ചിരുന്നില്ല. ആ ചെറിയ പ്രവിശ്യയുടെ, അപ്പോഴേക്ക് അബൂ സുഫിയാൻ മരിച്ചുപോയി. പക്ഷേ ഉമറിൻ്റെ ഷഹാദത്ത്, ഉമറിൻ്റെ കൊലപാതകത്തിനും സംശയിക്കണം. ഉമറിനെ ആരാ കൊന്നത്? ഉമർ ഒരു ഭരണാധികാരിക്ക് അഭയം നൽകി. ഒരു രാജ്യം നശിപ്പിക്കപ്പെട്ടപ്പോൾ ആ ഭരണാധികാരിക്ക് ഉമർ അഭയം നൽകി. ആ ഭരണാധികാരി ഉമറിനെതിരെ ഗൂഢാലോചന നടത്തി. ആരുമായിട്ട് ഗൂഢാലോചന നടത്തി? അമവികളുമായി ഗൂഢാലോചന നടത്തി. ഉമറിൻ്റെ കൊലപാതകത്തിലുമുണ്ട് ഈ അമവി കരങ്ങൾ. ഇല്ലെന്ന് പറയാൻ ഒക്കുവോ? എന്തുകൊണ്ടാണ് ഉമറിൻ്റെ ഘാതകർ ആ അർത്ഥത്തിൽ ശിക്ഷിക്കപ്പെടാതിരുന്നു? ഉമറിൻ്റെ മകൻ ഉബൈദുള്ള വാളുകൊടുത്തിറങ്ങിയില്ലേ? കൊല്ലുമെന്ന് പറഞ്ഞില്ലേ? ഉസ്മാൻ ആരെ അറസ്റ്റ് ചെയ്തത്? ഉസ്മാൻ അറസ്റ്റ് ചെയ്തത് ഉമറിൻ്റെ മകനായ ഉബൈദുള്ളയെ. വാപ്പ മരിച്ചിട്ട് അതിന് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞ് മകനെ അറസ്റ്റ് ചെയ്തു. കൊലയാളികൾ എവിടെ? ചരിത്രത്തിൽ ചിലതിനൊക്കെ ഉത്തരം വേണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഭരണത്തിൽ വന്നതോടുകൂടി മുആവിയയുടെ ശുക്രദശ തെളിഞ്ഞു. ഇനി ശുക്രദശ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രശ്നമാക്കണ്ട, ശിർക്ക് പറഞ്ഞു എന്ന് വെച്ചാൽ നല്ല കാലം തെളിഞ്ഞു. അതോടുകൂടി മുആവിയ ഡമസ്കസിൻ്റെ ഗവർണർ എന്നിടത്ത് നിന്ന് സിറിയയുടെ ഗവർണറായി, സ്വതന്ത്ര ഖലീഫയായി, സമാന്തര ഭരണമായി കൂലിപ്പട്ടാളത്തെ ഉണ്ടാക്കി. ഏതെങ്കിലും ഒരു രാജ്യത്ത് ഭരണകൂടം വേറെയും ഗവർണർ വേറെയും ഭരിക്കുമോ? ഗവർണർ ഭരണകൂടത്തിൻ്റെ പ്രതിനിധിയാണ്. പക്ഷേ ഇവിടെ മുആവിയ ഭരണകൂടത്തിൻ്റെ പ്രതിനിധിയായിരുന്നില്ല. മറിച്ച് സ്വന്തമായി ഗവർണറേറ്റ്, സ്വന്തമായി സെക്രട്ടേറിയറ്റ്, സ്വന്തമായി സൈനികർ, സ്വന്തമായി എല്ലാ സംവിധാനങ്ങളും, അങ്ങനെ സ്വന്തമായി പട്ടാളത്തെയും രാജ്യത്തെയും ഉണ്ടാക്കി സമാന്തരമായ ഒരു രാജാവായി വാഴുന്ന ഒരു ഭരണാധികാരിയായിട്ടാണ് മുആവിയയെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു കൂറുമുണ്ടായിരുന്നില്ല ഇസ്ലാമിനോടും ഇസ്ലാമിക ഖിലാഫത്തിനോടും. കാശ് കൊടുത്ത ആളുകളെ കൂടെ നിർത്തി എന്തൊക്കെയാണോ കൊടുക്കേണ്ടത് എല്ലാം ജനങ്ങളുടെ അല്ലെങ്കിൽ ആവശ്യക്കാർക്ക് സ്വന്തം വാപ്പയുടെ മകൻ സിയാദ്, ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞതുപോലെ ഇല്ലീഗലായിട്ടുണ്ടായ ഒരു പുത്രൻ അബൂ സുഫിയാൻ്റെ സിയാദ്. ആ സിയാദ് പക്ഷേ നല്ല തന്ത്രജ്ഞനായിരുന്നു. അയാളെ കൂടെ കൂട്ടി വാപ്പാൻ്റെ പേര് ഉപയോഗിക്കാം, അങ്ങനെ സിയാദ് ബിൻ അബി സുഫിയാൻ എന്ന് ഉപയോഗിക്കാനുള്ള അനുവാദം നൽകി കൂടെ കൂട്ടി അയാളെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെയും ചെയ്യിച്ചു മുആവിയ. ആദ്യമായി ചെയ്തത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ്റെ ഭരണത്തിൽ അവിടെ തൻ്റെ കുടുംബത്തിലുള്ള എല്ലാ ആളുകളെയും കീ പോസ്റ്റിൽ കയറ്റി എന്നുള്ളതാണ്. മർവാൻ ഇബ്നു ഹക്കം ചീഫ് സെക്രട്ടറി. ആരാണത്? അത് എളാപ്പാൻ്റെ മകൻ. മുആവിയയുടെ സഹോദരങ്ങളും മുആവിയയുടെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള എല്ലാ ആളുകളെയും ഓരോ സ്ഥലത്ത് ഗവർണർമാരാക്കി. ഈജിപ്തിൽ അംർ ഇബ്നുൽ ആസ്, ഓരോ നാട്ടിൽ ഗവർണർമാരാക്കി. അങ്ങനെ ഭരണം മുഴുവനും അമവികളുടെ കൈകളിലേക്ക് പരിമിതപ്പെടുത്തി. മറ്റാർക്കും അലി ഇബ്നു അബി താലിബിന് ഒരു റോളും ഇല്ല. ഉണ്ടായിരുന്നോ? ഒരു റോളും ഇല്ല. പിന്നെ സുബൈറിന് വല്ല റോളും ഉണ്ടോ? ഒരു റോളും ഇല്ല. തൽഹക്ക് വല്ല റോളും ഉണ്ടോ? ഒന്നുമില്ല. അവരൊക്കെ സൽമാൻ ഫാരിസി, ആർക്കും ഒന്നുമില്ല. പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബികൾക്കൊന്നും ഒരു റോളും ഇല്ല. പിന്നെയോ ഇക്കണ്ട തെമ്മാടിക്കൂട്ടം ഓരോ നാട്ടിലും ഗവർണർമാരായി, ഭരണാധികാരികളായി, അവരുടെ കൈകളിലായി ഭരണം മുഴുവൻ. പ്രവാചകന്റെ കൂടെ ജീവിച്ചവർ അമ്മാർ ഇബ്നു യാസിറിനെ പോലുള്ള, റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട അമ്മാറിനെ പോലുള്ള ആളുകളൊക്കെയും നോക്കുകുത്തികൾ.
ആർക്കും ഒരു വിലയില്ല. അവരിങ്ങനെ മറ്റുള്ളവരുടെ പരിഹാസപാത്രങ്ങൾ. ഇവരൊക്കെയും രാജാക്കന്മാർ, ഭരണാധികാരികൾ, സുഖലോലുപർ, കൊട്ടാരങ്ങളിൽ വസിക്കുന്നവർ. ആലോചിച്ച് നോക്കൂ, സങ്കല്പിക്കാൻ ഒക്കുമോ? അങ്ങനെയാണ് മുആവിയ തൻ്റെ സാമ്രാജ്യം കെട്ടിപ്പൊക്കിയത്. അവിടെ തുടങ്ങുന്നുണ്ട് ഇസ്ലാമിൻ്റെ അപജയത്തിൻ്റെ കഥ, പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ അട്ടിമറിക്കപ്പെട്ട കഥ, വിശുദ്ധ ഖുർആൻ വലിച്ചെറിയപ്പെട്ട കഥ, കുന്തത്തിൽ കോർത്തെടുത്ത ഖുർആൻ. മുആവിയ ചരിത്രത്തിൽ ആദ്യമായി, അതിന് ശേഷം ഉണ്ടായിട്ടില്ല, അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല, ഖുർആൻ കുന്തത്തിൽ കുത്തി ഉയർത്തി ഖുർആനിൻ്റെ മഹത്വത്തെ മുഴുവനും സമൂഹത്തിന് മുന്നിൽ പിച്ചിച്ചീന്തിയ മനുഷ്യൻ്റെ പേരാണ് മുആവിയത്ത് ബിൻ അബി സുഫിയാൻ. ഇൻഷാ അല്ലാഹ് ചരിത്രത്തിലേക്ക് നമുക്ക് പോകാം. പഠിക്കണം, ഇത് മനസ്സിലാക്കണം. മഹത്വവൽക്കരിക്കപ്പെട്ട് ബിംബങ്ങളാക്കി വെച്ച ഈ കൂട്ടരുണ്ടല്ലോ, ഇവരാണ് ഇസ്ലാമിനെ അട്ടിമറിച്ച് കോലത്തിലാക്കിയത്. ഇത് തിരിച്ചറിയാതെ യഥാർത്ഥ ഇസ്ലാമിനെ കണ്ടെത്താൻ സാധ്യമല്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ കൗനൈൻ മഹ്ബൂബി റബ്ബിൽ മശ്രിഖൈനി വൽ മഗ്രിബൈൻ ഖാതമിൽ അംബിയാഇ സയ്യിദിൽ മുർസലീൻ മുറാദിൽ മുഷ്താഖീൻ മഹ്ബൂബിൽ ആശിഖീൻ ജദ്ദിൽ ഹസനി വൽ ഹുസൈൻ സാഹിബിൽ ഹറമൈനി വബ്നി ദബിഹൈൻ സയ്യിദിനാ മുഹമ്മദ് ഇബ്നി അബ്ദുല്ലാഹി ഇബ്നി അബ്ദുൽ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി الذين جاهدوا بأموالهم في سبيل الله وباعوا نفوسهم لدين الهدى رضي الله عنهم ورضوا عنه ذلك لمن خشي ربه إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. സഹോദരികളെ, ഈ പ്രഭാഷണങ്ങളൊക്കെ പുറത്തു വരുന്ന സമയത്ത് ഈ മുല്ലാക്കൂട്ടം രംഗത്ത് വന്നുകൊണ്ട് പറയും, ഇതാ സഹാബികളെ കുറ്റം പറയുന്നേ, സഹാബികളെ കുറ്റം പറയുന്നു എന്നിട്ട് നിലവിളിക്കും. എൻ്റെ 1-2 ചോദ്യങ്ങൾക്ക് ഇവർ മറുപടി പറയണം. ആരാണ് സഹാബി? മറ്റൊന്ന്, സഹാബിക്ക് സഹാബിയെ ചീത്ത പറയാമോ, കൊല്ലാമോ? മുആവിയ എന്ന് പറയുന്ന മനുഷ്യൻ എത്ര സഹാബിമാരെ കൊന്നിട്ടുണ്ട്? മുആവിയ എന്ന് പറയുന്നയാൾ എത്ര സഹാബിമാരെ കൊന്നിട്ടുണ്ട്? ആ കൊന്ന സഹാബിമാരുടെ പേര് വിവരങ്ങൾ അറിയാമോ? ഞാൻ പറഞ്ഞുതരാം. സ്വർഗം കൊണ്ട് വാഗ്ദത്തം ചെയ്യപ്പെട്ടു എന്ന് പ്രവാചകൻ പറഞ്ഞ 10 സഹാബികൾ ഉണ്ടല്ലോ, അതിൽപ്പെട്ട ഒരാളാണ് സുബൈർ, കൊന്നത് മർവാൻ. തൽഹ, കൊന്നത് മർവാൻ. പ്രവാചകൻ്റെ പ്രിയപ്പെട്ട മറ്റൊരു സഹാബിയാണ് അമ്മാർ ഇബ്നു യാസിർ, കൊന്നത് മുആവിയ. പ്രവാചകൻ്റെ പൗത്രനും സഹാബിയുമായ ഹുസൈൻ, കൊന്നത് യസീദ്. പ്രവാചകൻ്റെ പ്രിയപ്പെട്ട പൗത്രൻ ഹസൻ, കൊന്നത് മുആവിയ. പറ, സഹാബിക്ക് സഹാബിയെ കൊല്ലാമോ? ഇവനാണോ സഹാബി? സഹാബിയെ ചീത്ത പറയുന്നു എന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കലൊന്നും ഇനി നടക്കില്ല. ജനങ്ങൾ ചരിത്രം പഠിച്ചു, ചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നിങ്ങളുടെ ഈ തെറ്റിദ്ധരിപ്പിക്കൽ നടക്കില്ല. ഈ കുത്തിത്തിരിപ്പ് മുഴുവൻ ഉണ്ടാക്കിയവനാണോ? ഉണ്ടാക്കിയ അബൂ സുഫിയാനോ സഹാബി? ഈ സഹാബികളെ മുഴുവനും കൊന്നു തള്ളിയ, ആയിരക്കണക്കിന് സഹാബികളെ സിഫീൻ യുദ്ധത്തിൽ കൊന്നു തള്ളിയ മുആവിയാണോ സഹാബി? സഹാബി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിൻ്റെ കൂടെ ത്യാഗം സഹിച്ച് പ്രവാചകൻ്റെ കൂടെ ഇരുന്ന് പ്രവാചകനിൽ നിന്ന് ജ്ഞാനം നുകർന്ന് പ്രവാചകൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് പ്രവാചകനിൽ നിന്ന് സകല ഗുണങ്ങളും ആർജിച്ച് പ്രവാചകനോടൊപ്പം നിലകൊണ്ട മഹത്തുക്കൾക്കാണ് സഹാബി എന്ന് പറയുന്നത്. അല്ലാതെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ കപട നാടകമാടി വേഷം കെട്ടിയവർക്കല്ല സഹാബി എന്ന് പറയുന്നത്. ഇവരൊക്കെയും വേഷം കെട്ടിയവരാണ്. ജനങ്ങൾ ചരിത്രം പഠിക്കുന്നുണ്ട്. ഇനി സഹാബികളെ ചീത്ത പറയുന്നു എന്ന് പറഞ്ഞിട്ട് വരരുത്, അത് വിലപ്പോവില്ല. ചരിത്രം സത്യമായി സമൂഹത്തോട് തുറന്നു പറയണം. ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ പ്രവർത്തിച്ചു എന്ന് ജനമറിയട്ടെ, സമൂഹം അറിയട്ടെ. ഇനി ഒളിപ്പിച്ചു വെക്കൽ നടക്കില്ല. അങ്ങനെ ഉണ്ടല്ലോ, ഹോളി സീക്രട്ട്, വിശുദ്ധ രഹസ്യം ഇനി നടപ്പില്ല. ജനങ്ങളുടെ കൈകളിൽ നിന്ന് വിവരമുണ്ട്. അതനുസരിച്ച് അവർ കാര്യങ്ങൾ വിലയിരുത്തും, പഠിക്കും. കാര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത് തയ്യിബ് സറാഹും വജഅലിൽ ജന്നത മഅവാഹും റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ
ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وآخر الدعاء الحمد لله.